ലൈംഗിക ജീവിതം എന്ന സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഡോക്ടർ, നമുക്ക് കോൾ ഉണ്ടെന്ന് തോന്നുന്നു, കോൾ എടുക്കാം. ഹലോ ഹലോ, മനോരഥത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? പേരെന്താണ്? സുധീർ. പറഞ്ഞോളൂ സുധീർ. പറയൂ സുധീർ. രണ്ടാമത്തെ 10 വയസ്സ് കഴിഞ്ഞു. രണ്ടാമത്തത് ആകുന്നില്ല. ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ കുട്ടി ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഈ ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞതിന് ശേഷം പല കാരണങ്ങളാലും വന്ധ്യത പോലത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് നിങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ആലപ്പുഴയാകുമ്പോൾ വേണമെങ്കിൽ അവിടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ലളിതാംബികയുണ്ട്, ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ. അവിടെ വേണമെങ്കിൽ പോയി കാണാം. അവിടെ യൂറോളജിസ്റ്റും ഉണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. അപ്പോൾ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി കണ്ട് ഇതൊന്ന് വിശദമായിട്ടൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. കാരണം പലതരത്തിലുള്ള ഇപ്പോൾ വെരിക്കോസിൻ്റെ പ്രോബ്ലം, അങ്ങനെ പല പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ ഈ രണ്ടാമത്തെ കുട്ടി ജനിക്കാൻ ബുദ്ധിമുട്ട് വരാറുണ്ട്. മറ്റെന്തെങ്കിലും ലൈംഗികമായിട്ടുള്ള സംശയങ്ങളുണ്ടോ? ഒന്നുമില്ല. ശരി, വിളിച്ചതിന് നന്ദി സുധീർ. കുട്ടികളുണ്ടാവുന്നതിനെ കുറിച്ച് എല്ലാവർക്കും സംശയമാണ്. ഇത് ഒരു ലൈംഗിക പ്രശ്നമായിട്ടാണ് ഇവരിത് കാണുന്നത്. പക്ഷേ ഇത് പലപ്പോഴും ഒരു ലൈംഗിക പ്രശ്നമായിരിക്കത്തില്ല. ഇതൊരു ശാരീരികമായ പ്രശ്നമാകാനാണ് സാധ്യത. കാരണം ആദ്യത്തെ കുട്ടി ജനിച്ചു കഴിഞ്ഞു, അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഇപ്പോൾ ഇതിൽ ഒരു സാധ്യതയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന് ഷുഗറോ ഡയബറ്റിക്സോ വല്ലതും ഒക്കെ ഉണ്ടെങ്കിൽ, വെരിക്കോസോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇങ്ങനെ വരാം. ഭാര്യയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഈ തരത്തിലുള്ള കുഴപ്പങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ അതിനൊരു പേരുമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതായത് രണ്ടാമതായിട്ട് വരുന്ന ഇത് ശരിക്കും അവർ വിചാരിക്കുന്നത് വെച്ചാൽ അവരുടെ ശരീരത്തിന് ശാരീരികമായിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ എന്തുകൊണ്ട് കുട്ടി ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഇത് അവർ ചെയ്യുന്ന രീതി, ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിൽ അപാകത ഉണ്ടോയെന്ന് വരെ പലപ്പോഴും സംശയിക്കാറുണ്ട്. നമ്മൾ നേരത്തെ സംസാരിച്ചത് സ്ത്രീകൾക്കുള്ള ടെൻഷനെ കുറിച്ചും അവരുടെ രൂപത്തിനെ കുറിച്ചുള്ള പ്രോബ്ലത്തെ കുറിച്ചാണ്. മിക്കവാറും ഈ കല്യാണത്തിന് മുന്നേയൊക്കെ സ്ത്രീകൾക്ക് വീട്ടിൽ വന്നിരിക്കണം, നല്ല പുഷ്ടിയുള്ള ശരീരത്തിന് ആഹാരം കഴിക്കുന്നൊക്കെയാണ്. അപ്പൊ അത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്തൊരു അമ്മയും മകളും കൂടി വന്നിരുന്നു. മകൾക്ക് ഈ പറഞ്ഞ പോലെ ശരീരത്തിന് വലിപ്പമില്ല, അതുകൊണ്ടാണ് കല്യാണം നടക്കാത്തത് എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് വേണ്ടത് ഇവർക്കൊരു യാഥാർത്ഥ്യ ബോധം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൗൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ അവരുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കാൻ പറയണം. എത്ര കുട്ടികൾ അവരെക്കാളും തടി കൂടുതലുള്ള തടി കുറവുള്ള, വെയിറ്റ് കുറവുള്ള ആൾക്കാർ എത്ര ആൾക്കാർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം നന്നായിട്ട് കുടുംബജീവിതം നയിക്കാൻ പറ്റുന്നുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് അത് വളരെ സഹായകരമായിരിക്കും. പലപ്പോഴും ഒരു തവണ എൻ്റെ അടുത്ത് വന്ന ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ മൂക്കിൻ്റെ നീളം കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവൾക്ക് 10-18 വയസ്സേ ഉള്ളൂ. സൗന്ദര്യം കുറച്ചുകൂടെ കൂട്ടാനായിട്ട് മൂക്കിൻ്റെ നീളം കുറയ്ക്കണം. അപ്പോൾ പ്ലാസ്റ്റിക് സർജൻ എൻ്റെ അടുത്തേക്ക് വിട്ടു. പിന്നെ ഇത് കൗൺസിലിംഗ് വല്ലതും നടത്തി ഒന്നും മാറ്റാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. പൊക്കക്കുറവ്, ഇതെല്ലാം ലൈംഗികമായിട്ട്. പക്ഷെ പലപ്പോഴും ഇത് ഒരു പ്രശ്നത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരാറുള്ളത്. ഡോക്ടർ, നമുക്ക് മറ്റൊരു കോളിലേക്ക് പോകാം. ഹലോ മനോരഥത്തിലേക്ക് സ്വാഗതം. ഇതാരാണ്? എന്റെ പേര് മായ, ഞാൻ ഇരിങ്ങാലക്കുടയിൽ നിന്നാണ് വിളിക്കുന്നത്. മായ, ഡോക്ടറോട് സംസാരിച്ചോളൂ. പറയൂ മായ. ഹലോ, ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് സ്റ്റെറിലൈസേഷൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇനി എത്ര നാള് കഴിയുമ്പോൾ സെക്ഷൽ കോണ്ടാക്ട് നിർത്താന്ന് അറിയാനായിട്ടാണ്. എത്ര നാളായി ഇത് നടത്തിയതിനു ശേഷം? നടത്തിയിട്ട് 9 ദിവസമാകുന്നു. 9 ദിവസമാകുന്നു. 50 ദിവസമാകുന്നു. 5-0 അല്ലേ? അത് സമയമായി കാണുമല്ലോ. ഗൈനക്കോളജിസ്റ്റ് അതിനെ കുറിച്ച് വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല, ഞാൻ ചോദിച്ചിരുന്നില്ല. ചോദിക്കാനൊരു വിഷമമായതുകൊണ്ട് ചോദിച്ചില്ല. അതെന്താ വിഷമിക്കുന്നതിന്റെ കാര്യം? ഇല്ല, ഒന്നുമില്ല, ഒരു ചമ്മലായിരുന്നു, ചോദിച്ചില്ല. അല്ല, അത് ചമ്മണ്ട കാര്യമില്ല. ഓക്കെ, കാരണം ഇത് മനുഷ്യനായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുടുംബജീവിതം നയിക്കുന്നവരാണെങ്കിൽ മിക്കവാറും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റും ഒരു കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും.
അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് യാതൊരു മടിയും ഉണ്ടാകത്തില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ തുറന്ന് ഡോക്ടറിനോട് സംസാരിക്കുക. പിന്നെ 50 ദിവസമായ സ്ഥിതിക്ക് ഇപ്പോൾ ഈ 50 ദിവസം ഇങ്ങനെ പോയത് തന്നെ മണ്ടത്തരമാണോ എന്നെനിക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ടേ. അപ്പോൾ നിങ്ങൾ വേണ്ടത് ഇത്രയേ ഉള്ളൂ. അതിന് സമയം കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ ഇവിടെ പണ്ടത്തെ കാരണവര് 90 ദിവസം എന്നൊക്കെ പറയും. എന്തെങ്കിലും കാര്യമുണ്ടോ അതില്? അതൊരു ഗൈനക്കോളജിസ്റ്റിനോട് ചോദിക്കുക. പിന്നെ പലപ്പോഴും ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഏർപ്പെടുന്ന വ്യക്തികളുടെ ഒരു കാര്യമായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചിലർക്ക് ഈവൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വീട്ടിൽ വരുന്ന ആൾക്കാരോട് പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്തോണ്ട് പറയാറുണ്ട്. കാരണം ഈ ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ ഉള്ള ടെൻഷൻ കൊണ്ട് ഇനി അടുത്ത ഹാർട്ട് അറ്റാക്ക് വന്നാലോ. അപ്പോൾ ഞാൻ തമാശയായിട്ട് പറയുന്നതല്ല, ഇത് വളരെ സീരിയസ് ആയിട്ട് പറയുന്നത് തന്നെയാണ്. ഈവൻ ദോ ഓക്കെ. അപ്പോൾ ഇവിടെ പറയാറുണ്ട്, ഇപ്പൊ വീട്ടിലും മമ്മിക്ക് പറയും 90 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് പെയിൻ പോവില്ല, അങ്ങനെയൊക്കെ പറയുന്നത് വെറുതെയാണ്. അതൊക്കെ വെറുതെയാണ്, അത് വെറുതെ. ഓക്കെ, ഓക്കെ, താങ്ക് യു. ശരി. ഓക്കെ മായ, വിളിച്ചതിൽ നന്ദി.